വാപ്പ മരിക്കുമ്പോഴാണ് മക്കൾ അറിയുന്നത്, പടച്ചോനെ വാപ്പാക്ക് അവിടെ 1.5 ലക്ഷം കടം, ഇവിടെ 5 ലക്ഷം കടം, അവിടെ 16 ലക്ഷം കടം. യാ അല്ലാഹ്, ഇതൊന്ന് വാപ്പ നമ്മളോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വാപ്പ പോയി പെടില്ലായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന എത്ര മക്കൾ ഭാര്യയോട് അറിയിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടുംബത്തോട് കൂടിയാലോചന ചെയ്തിട്ടുണ്ടെന്നാണ്. മശ്വറ ചെയ്യേ, എൻ്റെ അഭിപ്രായം ഇഅ്ജാബു കുല്ലിൻ ബിറഇ, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിലുണ്ട് ഓരോരുത്തരും അവനവന്റെ അഭിപ്രായമാണ് വലുത് എന്ന് വിചാരിക്കുന്ന കാലം, ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി മറ്റേതൊക്കെ തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. അത് പൊതുപ്രവർത്തനത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും സംഘടനാ തലങ്ങളിലുമൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടിയാലോചിക്കണം. ഹുദൈബിയ യുദ്ധം നടക്കുന്നു. ഹുദൈബിയ സന്ധി, അവിടെ യുദ്ധം നടന്നിട്ടില്ല, ഹുദൈബിയ സന്ധിയാണ്. The Treaty of Hudaybiyah. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലഭിച്ച ഒരു സ്വപ്നദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ മക്കയിലേക്ക് പുറപ്പെടുന്നു. മദീനയിൽ നിന്ന് 500ഓളം കിലോമീറ്റർ ദൂരമുണ്ടല്ലോ മക്കയും മദീനയും തമ്മിൽ. ഹുദൈബിയ വരെ വന്നു. ഇന്നും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ പഴയ ഒരു മദീന റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ പോയാൽ അവിടെ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ചെറിയൊരു പള്ളിയുണ്ട്. വളരെ പുരാതനമായ പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങളും ഇന്ന് റോഡിന്റെ ഭാഗത്ത് മദീനത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ജിദ്ദയിലേക്ക് പോകുമ്പോൾ ഇടത് ഭാഗത്ത് കാണാൻ കഴിയും. ഹുദൈബിയ ഒന്ന് പോയി കാണുക, സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ. പരിശുദ്ധ ഹബീബിന്റെ നിർണായകമായ തീരുമാനങ്ങൾ നടന്ന പ്രദേശമാണത്. മുസ്ലിം സമൂഹത്തിന്റെ അച്ചടക്കം, നേതാവിന്റെ വാക്കുകൾ അംഗീകരിക്കുന്ന ഒരു സമൂഹം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന അള്ളാഹുവിന്റെ ദൂതർ എന്താണോ നിർദ്ദേശിക്കുന്നത് അതപ്പടി സ്വീകരിക്കുന്ന ഒരു അനുയായി വൃന്ദം. ആ നബിയാണെങ്കിലോ അള്ളാഹുവിന്റെ തീരുമാനം അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയുന്ന നബിതങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായ തീരുമാനമെടുക്കേണ്ടി വന്നാൽ ആ വിഷയത്തിൽ സ്വഹാബത്തിനോട് കൂടി ആലോചിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുദൈബിയയിലേക്ക് എത്തിയപ്പോഴാണ് മക്കക്കാർ പറഞ്ഞത്, നബിയെ തിരിച്ചു പോകണം, മുഹമ്മദ് നബിയെ നിങ്ങളും അനുയായികളും മദീനയിലേക്ക് തിരിച്ചു പോകണം, ഈ വർഷം നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ പറ്റില്ല. അവർ ഉംറ ചെയ്യാനാ വന്നത് തന്നെ. മദീനയിലേക്ക് ഹിജറ പോയതിന്റെ ശേഷമാണ് സംഭവം. അന്ന് മക്കയിൽ മുസ്ലിമീങ്ങളില്ല, വളരെ വിരളം. മുസ്ലിമീങ്ങളൊക്കെ മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെട്ട് മദീനത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ആ നബിയും സ്വഹാബികളും മദീനയിൽ നിന്ന് ഉംറ ചെയ്യാനാ വരുന്നത്. മുഹല്ലിഖീന റൂസഹും വമുഖസ്സിരീൻ, അവർ ഉംറ ചെയ്യുന്നതായി, കഅബാലയം തവാഫ് ചെയ്യുന്നതായി അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നിട്ടുണ്ട്. ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് കടന്നു വരുമ്പോഴാണ് അബൂ സുഫിയാനും ആളുകളും ഒക്കെ വന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ തിരിച്ചു പോകണം. തങ്ങൾ ചോദിച്ചു, എന്തിനെ നിങ്ങൾ തിരിച്ചു പോയേ പറ്റൂ? ഫോർ നോ റീസൺ, കാരണമൊന്നുമില്ല, പോയേ പറ്റൂ. നിബിതങ്ങൾ തിരിച്ചു പോരാനൊരുങ്ങുന്നു. ചരിത്രം കണ്ടിട്ടില്ലാത്ത വിട്ടുവീഴ്ചക്ക് തയ്യാറായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരാർ ഏർപ്പെടാൻ വേണ്ടി പറഞ്ഞു. കരാർ വേണം, ഇവിടെ മുസ്ലിമീങ്ങളോട് തിരിച്ചു പോകാൻ പറയാൻ. നബിതങ്ങൾ റെഡിയാണ്, തിരിച്ചു പോകാം. എത്ര കിലോമീറ്റർ? 500 കിലോമീറ്റർ മരുഭൂമിയിലൂടെ നടന്നു വന്ന യാത്രയാണിത്. തിരിച്ചു പോവാൻ കുഴപ്പമില്ല, തിരിച്ചു പോകാം. യാ റസൂലല്ലാഹ്, മക്കത്തു ബലദുനാ, മക്ക നമ്മുടെ നാടല്ലയോ? മക്കയുടെ ഗന്ധം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കയുടെ പരിസരത്തുള്ള മലകൾ കാണുകയായി. ഇത്രയും അടുത്ത് വന്നതിന്റെ ശേഷം തിരിച്ചു പോവുകയോ? ഗൾഫിലേക്ക് പോയിട്ട് എയർപോർട്ടിൽ തിരിച്ചുവിട്ടാൽ എന്താ അവസ്ഥ? സഹിക്കാൻ പറ്റൂല അല്ലേ? ഫ്ലൈറ്റിനാ പോകുന്നത്, ഒരു കുഴപ്പം, വെയിൽ കൊണ്ടിട്ടില്ല, ഒന്നും ആയിട്ടില്ല, എന്നാലും പടച്ചോനന്റെ വിസ ശരിയായില്ലല്ലോ, തിരിച്ചു പോരാൻ. ആ ഒരു വിഷമം എന്താ?
അത് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റേഷനിൽ കുഴപ്പമുണ്ടായിട്ട് പോരെന്ന് വിചാരിക്കുക. ഇത് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇപ്രാവശ്യം ഉംറ ചെയ്യാൻ പാടില്ല. ഖുറൈശികൾ അങ്ങ് ക്ഷണിച്ചു. നബി തങ്ങൾ പറഞ്ഞു, നമുക്ക് കരാറിൽ ഏർപ്പെടാം. കരാർ എഴുതി പിടിപ്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി റസൂലില്ലാഹ്, അബ്ദുള്ള എന്നവരുടെ മോൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതർ ബോധിപ്പിക്കുന്ന കരാറാണിത്. എന്തൊക്കെ കരാറിന്റെ ഉള്ളടക്കമെന്നറിയുമോ? ആരൊക്കെ മദീനയിൽ നിന്ന് ഈ വർഷം മദീനയിൽ നിന്ന് ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചു വന്ന നബിയും അനുയായികളും ഈ വർഷം തിരിച്ചു പോകണം. അടുത്ത വർഷം വരാം. 3 ദിവസം ഇൻ ആൻഡ് ഔട്ട്, വരിക പോവുക. 3 ദിവസം കൊണ്ട് പോകണം, മക്ക വിടണം. ഒന്നത്, ഏതെങ്കിലും ഒരാളെ മക്കയിൽ നിന്ന് മുസ്ലിമായി മദീനയിലേക്ക് വരണമെന്ന് തീരുമാനിച്ചാൽ മദീനയിലേക്ക് അവരെ സ്വീകരിക്കരുത്, തിരിച്ചയക്കണം. കുഴപ്പമില്ല, നബി തങ്ങൾ സ്വീകരിക്കാൻ. ഏതെങ്കിലും ഒരാൾ മുസ്ലിമായ മനുഷ്യൻ മദീനയിൽ നിന്ന് ഇനി മക്കയിലേക്ക് തിരിച്ചു വരണമെന്ന് തീരുമാനിച്ചാൽ ഞങ്ങളവരെ മക്കയിൽ പിടിച്ചുവെക്കും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞങ്ങളും നിങ്ങളും തമ്മിൽ 10 വർഷത്തേക്ക് യുദ്ധമില്ല, കുഴപ്പമില്ല. ഈ കരാറുകൾ എഴുതി പിടിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളുടെ അംബാസഡർ ഉണ്ട്, സുഹൈൽ ഇബ്നു അംറിന് കൈമാറുന്നു. സുഹൈൽ ഇബ്നു അംറിന് കൈമാറിയപ്പോ കരാറിന്റെ പേജ് എടുത്തുകൊണ്ട് സുഹൈൽ ചോദിച്ചു, ആരാണ് റഹ്മാനുർ റഹീം? വമർ റഹ്മാൻ? ലാ നദ്രി ഇല്ലാ റഹ്മാനൽ യമാമ. യമാമയിലെ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് നിങ്ങൾ വിളിക്കുന്ന കള്ളപ്രവാചകൻ എന്ന് പറയുന്ന മുസൈലിമയല്ലാതെ ഒരു റഹ്മാനിനെ ഞങ്ങൾക്കറിയില്ലല്ലോ. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിലെന്നോ ഇത് വെട്ടണം. ബിസ്മിക്കല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ, അത്രയാവാം. റഹ്മാനും റഹീമും ഞങ്ങൾ അംഗീകരിക്കില്ല. നബി തങ്ങൾ പറഞ്ഞു, ഉശ്തുബിയ അലി, അലിയെ അത് വെട്ടിക്കളഞ്ഞേക്കണം. നബിയെ വെട്ടണോ? വെട്ടിയേക്കണം അലിയെ. മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൈൽ ഇബ്നു അംർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെങ്കിൽ ഞങ്ങളും നിങ്ങളും തമ്മിൽ ശത്രുത വേണോ? ഞങ്ങൾ ഇതുവരെ അംഗീകരിച്ചില്ല. അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് മതി. ഞാൻ സുഹൈൽ ഇബ്നു അംർ, അംറിന്റെ മകൻ സുഹൈൽ, നിങ്ങൾ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയേ വേണ്ടൂ, റസൂലുള്ളാഹ് എന്ന് വേണ്ട, വെട്ടണം. അവർ പറഞ്ഞു, നബിയേ അങ്ങയുടെ സ്ഥാനം അല്ലാഹു ഉയർത്തിവെച്ച റസൂലുള്ളാഹ് എന്ന നാമം എഴുതി വെച്ച കൈകൊണ്ടത് വെട്ടാൻ പ്രയാസമുണ്ട് നബിയേ. സ്വഹാബികളെ, നമ്മൾ സമാധാനം ഇഷ്ടപ്പെടുന്നവരാണ്, നമ്മൾ സമാധാനപ്രിയരാണ്, യുദ്ധത്തിന് വന്നവരല്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയിട്ടുണ്ടെന്ന് ആ ഒരു വാക്കിന്റെ പേര് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു മരണം വരെ കരയുമായിരുന്നു. ഞാൻ ആ ചോദിച്ചത് പാടില്ലായിരുന്നു, മോശമായി പോയി ഞാൻ ആ ചോദിച്ചത്. എന്തിന് ഞാൻ ആ വാക്കുകൾ പറഞ്ഞു, എന്തിന് ഞാനത് പറഞ്ഞു എന്ന് ഒരുപാട് തവണ വിളിച്ചു കരഞ്ഞിട്ടുണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ വാക്കുകൾ പറഞ്ഞത് ഈ സന്ദർഭത്തിലാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലസ്ത റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലയോ നബിയേ? ബലാ യാ ഉമർ, ഞാൻ അല്ലാഹുവിന്റെ നബി തന്നെയാണ് ഉമറേ. അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാതിൽ യാ റസൂലല്ലാഹ്. നബിയേ, നമ്മൾ ശരിയും നമ്മുടെ ഭാഗം സത്യവും അവരുടെ ഭാഗം അസത്യവുമല്ലയോ? ഉറപ്പല്ലേ നബിയേ? ബലാ യാ ഉമർ, ഉറപ്പ് തന്നെയാണ് ഉമറേ. നബിയേ, അല്ലാഹു നമ്മളോടൊപ്പമെങ്കിൽ, ഇസ്ലാം ഹക്കാണെങ്കിൽ, അങ്ങ് അല്ലാഹുവിന്റെ ദൂതരാണെങ്കിൽ ഈ നാണക്കേട് സഹിക്കേണ്ടതുണ്ടോ നബിയെ? നമുക്ക് അവരോട് യുദ്ധം ചെയ്തുകൂടെ? ആര് ചോദിച്ചു? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സമാധാനം കാംക്ഷിച്ചു വന്ന മുത്ത് നബിയാണ് പറയുന്നത്, ഉമറേ പറ്റില്ല, നമ്മൾ ഇവരുടെ സർവമാന ഉടമ്പടികളും അംഗീകരിക്കുകയാണ്. 10 വർഷത്തേക്ക് യുദ്ധമില്ലല്ലോ, 10 വർഷം നമുക്ക് ആയുധമെടുക്കാതെ നടന്നുകൂടെ? ആ സമയം നമുക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ഉപയോഗിച്ചുകൂടെ ഉമർ? അതുകൊണ്ട് യുദ്ധം വേണ്ട. സ്വഹാബത്തിന് വലിയ വിഷമം വന്നു. തിരിച്ചു പോകും നബിയെ, തിരിച്ചു പോകാം. അതുകൊണ്ട് ആരൊക്കെയാണോ മക്കയിലേക്ക് അറുക്കാൻ കൊണ്ടുവന്ന മൃഗങ്ങളുണ്ടല്ലോ, ഒട്ടകങ്ങളുണ്ട്, ആടുമാടുകളുണ്ട്, അവയൊക്കെ അറുത്തിട്ട് തഹല്ലുലായി നമ്മൾ മദീനയിലേക്ക് തിരിച്ചു പോകുകയാണ്. മുടി മുണ്ഡനം ചെയ്യണം, അല്ലെങ്കിൽ മുടി വെട്ടണം.
സ്വഹാബത്ത് അങ്ങനെ ഇരിക്കുകയാണ്, തയ്യാറാകുന്നില്ല. സ്വഹാബത്തിന് ഇച്ചിരി വിഷമം വന്നു. ഇത്ര വേണോ നബിയേ, ഇത്ര വേണോ നബിയേ? മദീനയിൽ നിന്നാണ് യാത്ര ചെയ്ത് വന്നിട്ടുള്ളത് മക്കയിലേക്ക്. എന്തപ്പോ നമ്മളീ പറയണത്? കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്നു പോയാൽ എങ്ങനെ ഉണ്ടാവും? പരശുരാമനല്ല പോയത്, നടന്നിട്ടാ പോയത്. എന്നിട്ട് പറയാം അവിടെ എത്തിയപ്പോൾ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, പോയിക്കോളണമെന്ന്. നിങ്ങൾ പയ്യന്നൂർക്ക് തന്നെ പോയിക്കോ എന്ന് പറഞ്ഞു. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ ആലോചിച്ച് നോക്കുക. കുത്തിയിരിപ്പ് സത്യഗ്രഹം നടത്തൂല അവിടെ ഇരുന്നിട്ട്, അല്ലേ? തിരിച്ചു വരാൻ തയ്യാറാവും. ഒരാവശ്യത്തിന് പോയിട്ട് തിരിച്ചു വിടുകയാണ്. എവിടെ? നമ്മുടെ ഈ മരങ്ങളൊക്കെ ഉള്ള കേരളത്തിൽ ആ യാത്രയെങ്കിൽ. മരുഭൂമിയിലെ മദീനയിലേക്കുള്ള മക്കയിൽ നിന്നുള്ള റൂട്ടുകൾ കണ്ടിട്ടുണ്ട് ബസ്സിൽ പോകുമ്പോൾ? കൊടും മലകളാണ്, ഒരു വൃക്ഷം പോലും കാണാത്ത മലകൾ. ഭൂമിയാണെങ്കിലോ കല്ലുകൾ, ചവിട്ടിയാക്കാൽ മുറി വരും. അങ്ങനത്തെ നാടിലൂടെ 500 കിലോമീറ്റർ നടന്നു വന്നത് തിരിച്ചു പോകണോ നബിയേ? സ്വഹാബത്തിന്റെ വിഷമം സ്വാഭാവികമാണ്. നിബിതങ്ങൾ ഒരൽപ്പം വിഷമിച്ചു പോയി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. നബിതങ്ങളുടെ പൊന്നു ഭാര്യയോട്, ഉമ്മുൽ മുഅ്മിനീനോട്, സത്യവിശ്വാസികളുടെ മാതാവിനോട്, ഉമ്മു സലമ ബീവിയോടാണെന്ന് നബിതങ്ങൾ അഭിപ്രായം ചോദിക്കുന്നത്. ഓരോ യാത്രയിലും നബിതങ്ങളുടെ ഓരോ ഭാര്യമാർ നബിതങ്ങളുടെ കൂടെ പോകാറുണ്ട്. അത്തവണ വന്നത് ഉമ്മു സലമ ബീവിയാണ്. ഹലക്കൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾക്ക് നാശം സംഭവിച്ചല്ലോ ഉമ്മു സലമ എന്ന് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റിലേക്ക് കയറി വരുമ്പോ ചോദിച്ചു, നബിയെ എന്തു പറ്റി? ഒന്നുമല്ല ഉമ്മു സലമ, ഞാൻ തലമുണ്ഡനം ചെയ്ത് മുടി മുറിച്ചുകൊണ്ടോ മുടി എടുത്തുകൊണ്ടോ ഇഹ്റാമിൽ നിന്ന് മോചിതനായി കൊണ്ടുവന്ന ഒട്ടകത്തെ അറവ് ചെയ്ത് മദീനയിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ കൂടെയുള്ള ആളുകൾക്ക് ഒരുക്കമല്ല ഉമ്മു സലമ. അവർ വിഷമിച്ചിരിക്കുകയാണ്. അവർ വിഷമിച്ചിരിക്കുന്നവര് ഞാൻ പറഞ്ഞതിന് ഒരുങ്ങാൻ തയ്യാറല്ല. ഉമ്മു സലമ ബീവിയോട് നബി ചോദിച്ചു, ഉമ്മു സലമ നിങ്ങൾ എന്തു പറയുന്നു? ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് നിർണായകമായ വിഷയത്തിൽ ഒരു അഭിപ്രായം ചോദിച്ച അനുഭവം അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ജീവിതത്തിൽ നിന്ന് പഠിക്കണം. ഭാര്യയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, വിഷമങ്ങൾ അവതരിപ്പിക്കുന്നത്, എന്ത് പരിഹാരം നിന്റെ കയ്യിലുണ്ട്? തീരുമാനം ഭർത്താവിൻ്റെതാകാം, ഭാര്യയുടേതാകാം, അതല്ല വിഷയം. തീരുമാനം മനസ്സുകൊണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും സ്വന്തം ഭാര്യയോട് തീരുമാനം ചോദിക്കാം. മുസ്ലിമീങ്ങളുടെ വിഷയം ഞാൻ പിടിച്ചതിന് 4 കൊമ്പെന്ന നിലപാടല്ല. മുസ്ലിമീങ്ങൾ കൂടിയാലോചിക്കുന്നവരാണ്. വാപ്പ മകനോട് കൂടിയാലോചിച്ച ചരിത്രമാണ് ഉദ്ഹിയത്തറുക്കുന്ന ബലിപെരുന്നാളിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ എന്ന കുഞ്ഞിനോട് അഭിപ്രായം ചോദിച്ചത്. ലോകത്തിന്റെ നായകർ 20 ഭൗതിക രാജ്യങ്ങളുടെയും ഒരാത്മീയ രാജ്യത്തിന്റെയും അധിപനായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരിൽ ഒരു ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അഭിപ്രായം ചോദിക്കുന്നു. ഉമ്മു സലമ അഭിപ്രായം പറയുന്നു, നബിയേ, അങ്ങ് ഒട്ടകത്തെ അറുക്കുകയും അങ്ങ് തലമുണ്ഡനം ചെയ്യുകയും ചെയ്താൽ മുസ്ലിമീങ്ങൾ അത് സ്വീകരിക്കുകയാകും. പിന്നെ ഒന്നും അവിടെ ചിന്തിക്കില്ല. അങ്ങ് തുടങ്ങിക്കോളൂ നബിയേ, അവർ പിന്നാലെ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഅമറ ഹാലിഖഹ്, മുടി മുണ്ഡനം ചെയ്യുന്ന, മുടി എടുക്കുന്ന ആളെ വിളിച്ചു. നബി തങ്ങളുടെ മുടി എടുക്കാൻ വേണ്ടി പറഞ്ഞു. തലമുടി എടുത്തു. അല്ലാഹുവിന്റെ ഉംറ എന്ന ആ ഒരു ഇബാദത്തിന് വരുമ്പോ ഇബാദത്തിന് തഹല്ലുലാകുന്ന രീതി എങ്ങനെയാണ്? കൊണ്ടുവന്ന അറവ് മൃഗത്തെ അറുക്കുകയും ചെയ്തു. നബി അങ്ങ് ചെയ്തപ്പോ സ്വഹാബികൾ മുഴുവനും ചെയ്തു. എല്ലാവരും റെഡിയായി മദീനയിലേക്ക് തിരിച്ചു വന്നു. മക്ക കാണാതെ തിരിച്ചു വന്നൊരു യാത്രയാണത്. ആ യാത്രയിൽ ഹബീബിന്റെ സ്വഹാബികൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു തീരുമാനത്തിൽ വിഷമം കാണിച്ചപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്ന ഭാര്യയോട് മഹദിയോട് അഭിപ്രായം ചോദിച്ച് മഹദിയാണ് പറഞ്ഞത്, നബിയെ നിങ്ങൾ ആദ്യം അങ്ങ് ചെയ്തേക്കൂ, സ്വഹാബികൾ അങ്ങേ പിൻപറ്റിയേക്കും, അങ്ങ് വിഷമിക്കണ്ട. ആ ഒരു നിർദ്ദേശം നബി തങ്ങൾ സ്വീകരിച്ചു. നബി തങ്ങൾ ആദ്യം തല ഹൽഖ് ചെയ്തു, തല മുണ്ഡനം ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. വഅംറുഹും ശൂറാ ബൈനഹും, ഏതൊരു വിഷയത്തിലും മുസ്ലിമീങ്ങളുടെ കാര്യം ഇങ്ങനെയാണ്. കൂടിയാലോചിക്കുന്നവരാണവർ, മശ്വറ ചെയ്യുന്നവരാണ്. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ്സലാഹ്, ആരൊക്കെയാണോ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുത്തത്. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം, അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുത്തവർ. നോമ്പ് നോൽക്കാൻ പറഞ്ഞപ്പോൾ നോമ്പനുഷ്ഠിച്ചു.
നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ നിസ്കരിച്ചു, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്തു, സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തു, പലിശ എടുക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് വെച്ചു, പലിശ ഇടപാടുകൾ വേണ്ടതേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട പടച്ചവനെ മാറ്റിവെച്ചിരിക്കുന്നു. എന്താണോ അള്ളാഹു എടുക്കണമെന്ന് പറഞ്ഞു എടുത്തു, എന്തൊക്കെ അള്ളാഹു ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു അത് ഉപേക്ഷിച്ചു. അവരാണ് അള്ളാഹുവിന് ഉത്തരം കൊടുത്തവർ. അവർ നിസ്കാരം നിലനിർത്തിയവരുമാണ്. റമദാൻ കഴിഞ്ഞപ്പോൾ പള്ളിയിലൊക്കെ പകുതി ആളുള്ളൂ എന്ന് പറഞ്ഞത് അല്ലെ? ആരോ വാട്സപ്പിൽ ഇട്ടു പറഞ്ഞില്ല, ഒരാളെ കിട്ടിയ ജമാഅത്തുണ്ടാക്കായിരുന്നു അല്ലേ? പടച്ച തമ്പുരാനെ, പള്ളിയിൽ ആളെ കാണില്ല, പെരുന്നാളോട് കൂടെ പോയി. കൂനൂ റബ്ബാനീൻ വലാ തകൂനൂ റമളാനീൻ. നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാവണേ, റമളാന്റെ ആൾക്കാരാവരുത് എന്ന് ഉലമാ പറയും. റമളാനെ പേടിക്കുക, അള്ളാഹിനെ പേടില്ല. എന്താ പോണ്ട കാര്യം? അള്ളാഹിനെ പേടിക്കണം, റമളാൻ കഴിഞ്ഞാൽ നിസ്കരിക്കണ്ടേ? കൂനൂ റബ്ബാനീൻ, നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാകണേ. വലാ തകൂനൂ റമളാനീൻ, റമളാന്റെ ആൾക്കാരാവില്ലേ. റമളാൻ കഴിഞ്ഞാൽ പിന്നെ അത് പിരിച്ചുവിട്ടു എന്ന വിചാരം. യാ അല്ലാഹ്. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ്സലാ, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കുകയും നിസ്കാരം നിലനിർത്തുകയും ചെയ്തവർ. വഅംറുഹും ശൂറാ ബൈനഹും, അതുമാത്രമല്ല മുസ്ലിം അവരുടെ വിഷയം അവർക്കിടയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നവയാണ്, മശ്വറ ചെയ്യുന്നതാണ് അങ്ങനത്തവർ. അപ്പൊ നിസ്കാരം പറഞ്ഞു, മുഷാവറ ചെയ്യുക, മശ്വറ ചെയ്യുക, കൂടിയാലോചിക്കുക. എന്നിട്ട് പറഞ്ഞു വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു നൽകുന്നതിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നവരുമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർ. സക്കാത്ത് കൊടുക്കുക, സ്വതക്ക കൊടുക്കുക, ദാനം ചെയ്യുന്നവര്, നിസ്കരിക്കുന്നവര്. അതിന്റെ ഇടയിൽ പറഞ്ഞ വിഷയമാണ് വഅംറുഹും ശൂറാ ബൈനഹും, അവര് കൂടിയാലോചിക്കുന്നവരാണ്, ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നവരല്ല, കൂടിയാലോചിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരന് ഒരു പ്രശ്നമുണ്ടായപ്പോ നബി തങ്ങളോട് കൂടിയാലോചിച്ചിട്ടുണ്ട്. ഒരു തിന്മയിൽ നിന്ന് മോചനം കിട്ടാൻ നബി തങ്ങളോട് കൂടിയാലോചിച്ചു. മിർസദ് ബിൻ അബീ മിർസദ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്ന്, മക്കക്കാരായ മുസ്ലിമീങ്ങളായ അടിമകളുണ്ട്, അവരെ കെട്ടിവച്ചിരിക്കുന്നുണ്ട് മക്കക്കാരായ പ്രമാണിമാരായ മുതലാളിമാർ. ആ അടിമകളെ രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ വന്ന് കെട്ടഴിച്ചുവിട്ട് മദീനയിലേക്ക് രക്ഷപ്പെടുത്തലാണ് ഈ മിർസദ് ബിൻ അബീ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ ജോലി. അതാണ് മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തുക. കാരണം അവരെ മക്കയിൽ പീഡിപ്പിക്കപ്പെടുന്നവരാണ്, ആക്രമിക്കപ്പെടുന്നവരാണ്. അങ്ങനെ ഒരു ദിവസം ഒരു ചെറിയ നിലാവുള്ള രാവിൽ മിർസദ് ബിൻ അബീ മിർസദ് റളിയല്ലാഹു അൻഹു മക്കായിലേക്ക് വന്നു. മക്കായുടെ ഊടുവഴികൾക്കിടയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണിങ്ങനെ വിളിക്കുന്നുണ്ട്, അമിർസദു, ഇത് മിർസദാണോ? ഒച്ച കേട്ടപ്പോ മനസ്സിലായി ഇത് പരിചയമുള്ള ശബ്ദമാണ്. ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് മിർസദ് ബിൻ അബീ മിർസദ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിന്റെ മുമ്പ് മക്കയിൽപ്പെട്ട ഒരു പെണ്ണുമായി അടുപ്പത്തിലാണ്, സ്നേഹത്തിലായിരുന്നു. അവർക്ക് ഇസ്ലാമിലില്ലാത്ത കാലമാണത്. നബി തങ്ങൾ നബിയായി വരുന്നതിന്റെ മുമ്പ്. അനാഖാണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചു മിർസദ് റളിയല്ലാഹു അൻഹു. ഖാലത്ത് നഅം മർഹബൻ മർഹബൻ യാ മിർസദു, മിർസദേ നിങ്ങൾക്ക് സ്വാഗതം. തബീതു ഇൻദന ലൈല, ഇന്നത്തെ രാത്രി നിങ്ങൾ ഇവിടെ എന്റെ കൂടെ കിടന്നുറങ്ങണം. ആര് വിളിച്ചു? അനാഖ് വിളിക്കുന്നു ഒരു തിന്മയിലേക്ക്, വ്യഭിചാരത്തിലേക്ക്. മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അന മുസ്ലിമുൻ യാ അനാഖ് ഇന്നല്ലാഹ ഹറമ സിനാ. അനാഖേ, ഞാൻ മുസ്ലിമാണ്. അനാഖേ, അള്ളാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ടല്ലോ. മുസ്ലിം ചെറുപ്പക്കാരൻ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. കോളേജിൽ പഠിക്കുന്ന കാലത്തോ സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ വല്ല പ്രേമവും തലയിൽ കയറി കാണും, കുട്ടികളല്ലേ എന്ന് വിചാരിക്കാം. പക്ഷേ പ്രായപൂർത്തിയെത്തിയ കുട്ടികൾ അള്ളാഹുവിന്റെ മുമ്പിൽ കാരണം ബോധിപ്പിക്കേണ്ടവരാണ്. അവനവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉത്തരവാദികൾ അവനവനാണ്, ഉമ്മയും വാപ്പയും നാട്ടുകാരും അല്ല. അവനവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉത്തരവാദി അവനാണ്. അനാഖേ
അന മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണ്. ഇന്നല്ലാഹ ഹറമ സിന, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ടല്ലോ, ഞാനതിന് വരില്ല. മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അവൾ വിട്ടില്ല എന്നാ. അവള് പറഞ്ഞു, മിർസദേ, നിങ്ങൾ ഇതിന് വന്നില്ലെങ്കിൽ മക്കക്കാരോട് മുഴുവനും ഞാൻ വിളിച്ചു പറയും, അവരുടെ അടിമകളെ കെട്ടയച്ചു കൊണ്ടുപോകാൻ മിർസദ് വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയും. മക്കയിലെ പ്രമാണിമാർ നിങ്ങളുടെ പിന്നാലെ കൂടി നിങ്ങൾ അടിക്കുന്നത് എനിക്ക് കാണണം. മിർസദ് പറഞ്ഞു, അനാഖേ, നീ വിളിക്കുന്ന വ്യഭിചാരത്തെക്കാളൊക്കെ നല്ലത് തല്ലുകൊല്ലലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ അത് പറഞ്ഞോ, എന്നാലും വ്യഭിചാരത്തിലേക്ക് ഞാൻ വരില്ല എന്ന് മഹാനായ മിർസദ് ബിൻ അബീ മിർസദ് റളിയല്ലാഹു അൻഹു. വല്ലാത്തൊരു തന്റെ ഇടമല്ലേ അത്. ഈമാൻ ഖൽബിലേക്ക് കടന്നാലുള്ള അവസ്ഥ അതാണ്. ഇരുട്ടവിടെ പ്രശ്നമല്ല, അള്ളാഹുവിനെ അവൻ കാണുന്നുണ്ട്. മക്കയിലെ ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക, ചെറിയൊരു നിലാവെളിച്ചമേ ഉള്ളൂ. മക്കയുടെ ഊടുവഴികളിലൂടെ നടക്കുകയാണ്. ആ രംഗത്താണ് അനാഖ് എന്ന പെണ്ണ് കാണുന്നത്. അവള് മുസ്ലിമല്ല, അന്ന് അവള് മുസ്ലിമായിട്ടില്ല. ഇവളങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ അടിമകളെ കെട്ടയച്ചു കൊണ്ടുപോകാൻ മിർസദ് വന്നിരിക്കുന്നു, പിടിച്ചോളൂ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ 5-8 ആളുകൾ ഓടുകയായി. മിർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഓടി 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 മക്കയിലെ ഒരു വലിയ മലയുടെ മുകളിൽ കയറി. അവിടെ ഒരു മാളമുണ്ട്, ഒരു ഗുഹയുണ്ട്. ഞാൻ അതിൽ കയറിയിരുന്നു. അവരെന്നെയും തെരഞ്ഞു വന്നു. ഞാൻ ഇരിക്കുന്ന മാളത്തിന്റെ നേർമേലെ ചെന്നു. അവരെന്നെ കണ്ടില്ല. ഫഅമല്ലാഹു അബ്സാറഹും, അവരുടെ കണ്ണുകളെ അള്ളാഹു മറച്ചു വെച്ചു. കണ്ണുകൾക്ക് ബ്ലൈൻഡഡ്നെസ് അള്ളാഹു കാണിച്ചു കൊടുത്തില്ല. തൊട്ട് താഴെ ഇരിക്കുന്നുണ്ട്. അവർക്ക് എന്നോട് അരിശം തോന്നി, എന്നോട് ദേഷ്യം തോന്നി. അങ്ങനെ അവർ ആ ഗുഹയുടെ മേലെ നിന്ന് എന്റെ തലയിലേക്ക് അവർ മൂത്രമൊഴിച്ചിട്ടുണ്ട്. മിർസദ് റളിയല്ലാഹു അൻഹു പറയാണ്, ദേഷ്യം തീർക്കാൻ എന്നെ കാണുന്നില്ല. അവർ വിചാരിച്ചു ഞാൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. അങ്ങനെ അവർ എന്റെ മേൽ മൂത്രമൊഴിച്ചു. ഞാനതൊക്കെ സഹിച്ചിരുന്നു. ആ വൃത്തികേടുകളൊക്കെ അവർ ഇറങ്ങിപ്പോയതിന്റെ ശേഷം തൊട്ടടുത്ത് കിടന്ന കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഞാൻ കഴുകി ശുദ്ധിയാക്കി. അവരെന്നെ കാണില്ല എന്ന് നിരാശരായപ്പോ തിരിച്ചുപോയി. ഞാൻ തിരിച്ചു ചെന്ന് ഞാൻ ആർക്കൊക്കെയാണോ വാക്ക് കൊടുത്തിരുന്നത് രക്ഷപ്പെടുത്തുമെന്ന്, ആ അടിമകളൊക്കെ ഞാൻ മെല്ലെ കെട്ടയിച്ച് രക്ഷപ്പെടുത്തി സുബഹിയാകുമ്പോഴേക്കും മക്ക വിട്ടു. മക്ക വിട്ട് മദീനയിലേക്ക് എത്തുമ്പോൾ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഇങ്ങനെ ഓടുകയാണ്, ഒരു ഓട്ടം ഇങ്ങനെ ഓടുന്നുണ്ട്. അനാഖ് എന്ന സുന്ദരിയായ പെണ്ണിനെ കുറിച്ച്. ചെറുപ്പക്കാരനാണ്, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പരിചയമുണ്ട്, സ്നേഹത്തിലാണ്, അടുപ്പത്തിലാണ്. പക്ഷേ മുസ്ലിമായതിന്റെ ശേഷം എല്ലാം തീർന്നു. ഇല്ല അനാഖേ, അന മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണ്. ഇന്നല്ലാഹ ഹറമ സിനാ, എന്നാലും അനാഖിനെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലുണ്ട്. മദീനയിൽ വന്നപ്പോൾ അത് ആദ്യമായി ഇറക്കി വെക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലാണ്. തിരുനബിയോട് ചെന്ന് പറഞ്ഞു, ഒരാൾക്ക് ഒരു തെറ്റുമായൊരു ഇത്തരം ഒരു വിഷമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ദീനിന്റെ ഫത്വ ചോദിക്കണം, ഒരു പണ്ഡിതനോട് വിഷയം അവതരിപ്പിക്കണം, അവരിൽ നിന്ന് സദുപദേശം സ്വീകരിച്ചേക്കണം, വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ. അങ്ങനെയാണ്. ഇസ്ലാമിൽ കുമ്പസാരമില്ലെന്നാണ്. കുമ്പസരിക്കേണ്ട ഒരു കാര്യമില്ല. ഒരാളുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ തെറ്റേറ്റു പറയേണ്ടതില്ല. ഏറ്റു പറഞ്ഞു അള്ളാഹുവിന്റെ മുമ്പിൽ, ഇത്രയേ ആവശ്യമുള്ളൂ. പക്ഷേ ഒരു ഫത്വ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് ശരിയാണോ അല്ലേ, ഞാൻ എന്ത് ചെയ്യണം, ഒരു ഗൈഡൻസ്. ഏതൊരു തിന്മയുടെ വിഷയത്തിലും പരിഹാരം തേടേണ്ടി വരും. ഞാനിങ്ങനെ കുടുങ്ങിപ്പോയിട്ടുണ്ട്, എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ചോദ്യം മശ്വറ ചെയ്തുകൊണ്ട് പരിഹരിക്കുകയാണ് മിർസദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല പരിഹാരം കൊടുത്തില്ലേ? അല്ലാഹു പരിഹാരം കൊടുത്തു. അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മിർസദ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് അതസവ്വജു അനാഖ, നബിയേ ഞാൻ അനാഖിനെ കല്യാണം കഴിച്ചോട്ടെ നബിയേ, അനാഖിനെ ഞാൻ വിവാഹം ചെയ്തോട്ടെ നബിയേ. എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരുന്നുണ്ട്, അനാഖിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ പറ്റുമോ? മുസ്ലിം ചെറുപ്പക്കാരൻ അങ്ങനെ ആലോചിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്നല്ല, ചാടിക്കാൻ പറ്റുമെന്നല്ല. ചെറുപ്പക്കാർ പ്രത്യേകം മനസ്സിലാക്കി. ബുദ്ധിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. കുട്ടികൾ ഉമ്മാരോട് പറയില്ല, ഇങ്ങനെയൊക്കെ ഉമ്മ പ്രശ്നമുണ്ട്, ഞാൻ കോളേജിൽ പോകുന്നുണ്ട്, എന്റെ പിന്നാലെ ഒരുത്തം കൂടുന്നുണ്ട്, അല്ലെങ്കിൽ നിരന്തരം എനിക്ക് വിളിക്കുന്നുണ്ട്, ഇതാ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്. സ്വന്തം വാപ്പയോട്, മുതിർന്ന ആങ്ങളയോട്, ഉമ്മയോട് പെൺകുട്ടി പറയുന്നില്ല, ആൺകുട്ടി പറയുന്നില്ല, ഉമ്മ അങ്ങനെയൊക്കെ ഞാൻ പെട്ടുപോയിട്ടുണ്ട്, പഠിക്കാൻ പോയപ്പോൾ, എറണാകുളത്ത് പോയപ്പോ, അല്ലെങ്കിൽ മംഗലാപുരത്ത് പോയപ്പോ, ബാംഗ്ലൂരിൽ പോയപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ പെട്ടുപോയിട്ടുണ്ട് ഉപ്പ, എന്ത് ചെയ്യണം?
വിവാഹം ആലോചിക്കണോ അല്ല ഞാൻ ഒഴിവാക്കണോ, എന്ത് ചെയ്യണം? മുതിർന്നവരോട്, ബോധമുള്ളവരോട് കൂടിയാലോചിക്കണമെന്നാണ് മക്കൾ. ഇത് ചെയ്തില്ലെങ്കിൽ വലിയ സംഘർഷമുണ്ടാകും. അപ്പോഴാ ഡിപ്രഷൻ വരുന്നത്, തകർച്ച വരുന്നത്, തളർന്നു പോകുന്നത്, ഒന്നിനും ഉന്മേഷമില്ലായ്മ, പഠിക്കണ്ട, ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് നടക്കുന്ന അവസ്ഥകൾ വരും തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ. പ്രത്യേകിച്ചും തിന്മകളുടെ വിഷയത്തിൽ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ കൂടിയാലോചിക്കണമെന്നാണ്. അർഹരായ ആളുകൾ, കൗൺസിൽ ചെയ്യുന്ന ആളുകൾ കാണും, അവരെ ചെന്ന് കാണണം, സംസാരിക്കണം. പണ്ഡിതന്മാർ നല്ല രീതിയിൽ ഉപദേശിക്കാൻ കഴിയുന്ന ആളുകൾ കാണാം, ചെന്ന് വിഷയം അവതരിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ്, ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? പരിഹാരമില്ലാത്ത വിഷയങ്ങളില്ലല്ലോ. പ്രായപൂർത്തിയെത്തിയ മക്കൾ ഇത് ചിന്തിക്കിൻ. ലോകം വല്ലാത്തൊരു ലോകമാണ് നമ്മൾ ജീവിക്കുന്നത്. ചുറ്റുപാടുകൾ വളരെ മലീമസമാണ്. അതിനിവിടെ നിന്ന് അങ്ങോട്ട് കൂടുകയുള്ളൂ, കുറയുന്നു നമ്മൾ വിശ്വസിക്കുന്നില്ല. ഹദീസുകളൊക്കെ കണ്ടതനുസരിച്ച് ഇനി വരാൻ പോകുന്ന ലോകം നാളെ ഇന്നത്തെക്കാളും മോശപ്പെട്ടതാണെന്നാണ്. അങ്ങനെ നമ്മുടെ മക്കളൊക്കെ ഇനി വളരാൻ പോകുന്നു. അള്ളാഹു അവരൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. മഹാനായ സ്വഹാബി മിർസദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ കല്യാണം കഴിക്കട്ടെയോ? അനാഖിനെ കല്യാണം കഴിക്കട്ടെയോ? അനാഖ് എന്ന പെണ്ണിനെ കല്യാണം കഴിക്കലാണോ എനിക്ക് ഉത്തമം നബി? എന്ത് ചെയ്യണം? മനസ്സിൽ അവളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിന്റെ വഹി കിട്ടാതെ പറയാൻ പറ്റില്ലല്ലോ, ആകാശ ലോകത്ത് നിന്ന് വിവരം വരണം. നബി തങ്ങൾ ഒന്നും പറയാതിരിക്കുമ്പോഴാണ് വഹയുമായി വരുന്നുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. എന്താണ് വഹി എന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. മിർസദേ വരണം, അള്ളാഹു നിങ്ങളുടെ വിഷയത്തിൽ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. മിർസദേ, നബി ഞങ്ങളോട് മസ്അല ചോദിച്ചു വന്ന മിർസദ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു വഹയുമായി മറുപടി കൊടുക്കുകയാണ്. അസ്സാനി, വ്യഭിചാരം ചെയ്യുന്ന മനുഷ്യൻ, ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക, വ്യഭിചാരം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവൻ, വ്യഭിചാരം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവളെയോ ഒരമുസ്ലിമായ പെണ്ണിനെയോ അല്ലാതെ വിവാഹം ചെയ്യുകയില്ല. വസ്സാനിയതു, വ്യഭിചാരം ചെയ്യുന്ന പെണ്ണാണെങ്കിലോ, ലാ യൻകിഹുഹാ, അവളെ വിവാഹം ചെയ്യാൻ ഇഷ്ടപ്പെടുകയില്ല. ഇല്ലാ സാനിൻ ഔ മുശ്രിക്, അവളെപ്പോലെ തന്നെ വ്യഭിചാരം ചെയ്യുന്നവനും അല്ലെങ്കിൽ ഒരു അമുസ്ലിമോ അല്ലാതെ ഒരു വ്യഭിചാരം ചെയ്യുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. وحرم ذلك على المؤمنين, വ്യഭിചാരം ചെയ്യുന്നവളാണ് എന്ന് പരസ്യമായ ഒരു പെണ്ണിനെ മുസ്ലിമിന് കല്യാണം കഴിക്കൽ ഹറാമല്ലോ. വ്യഭിചാരിയാണെന്ന് പരസ്യമായ ഒരു ചെറുപ്പക്കാരനെ, സദ്വൃത്തയായ ഒരു പെണ്ണിന് കല്യാണം കഴിക്കൽ ഹറാമാണല്ലോ എന്ന് ആയത്തിറങ്ങിയപ്പോ റദീതു യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് സമാധാനമായി നബിയേ, ഞാൻ അള്ളാഹുവിന്റെ തീരുമാനം സ്വീകരിച്ചു നബിയേ. അനാക്ക് മുസ്ലിം അല്ലല്ലോ, എനിക്കവളെ വേണ്ട എന്ന നല്ല ഒരു തീരുമാനമെടുക്കാൻ മിർസദ് റളിയല്ലാഹു അൻഹുവിനെ വഴിതെളിച്ചത് അള്ളാഹുവിന്റെ റസൂലിനോട് വിഷയം വന്ന് അവതരിപ്പിച്ചപ്പോഴാണ്. والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى ومما رزقناهم ينفقون صلوا على النبي محمد وآله اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه. نور ചൊല്ലിക്കോളൂ. اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മശ്വറ ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജീവിതത്തിന്റെ ഒരു സ്വഭാവമാക്കി മാറ്റുക. എന്ത് ചെയ്യുക? കൂടിയാലോചനകൾ. ഉമ്മയും വാപ്പയും മക്കളൊക്കെ പെണ്ണുങ്ങൾക്കൊന്നും തിരിയില്ല അങ്ങനെ പറയണ്ട. ആണുങ്ങളെക്കാളൊക്കെ നല്ല ബുദ്ധിയുള്ള പെണ്ണുങ്ങളുണ്ട് ഇല്ലേ? കുട്ടികൾ വലിയവർക്ക് തോന്നാത്ത ചില ഐഡിയകളൊക്കെ കുട്ടികളുടെ തലയിൽ കാണും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് വരുന്ന സമയത്ത് മൗസിമുൽ ജംഇയ്യൽ ഉമൂമിയ്യ അങ്ങനെ കിതാബുകൾ രേഖപ്പെടുത്തുക. അതായത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകൾ ഹജ്ജിന് വരുമ്പോൾ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവരിൽ നിന്ന് പ്രധാനികളായ മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു ഹജ്ജിന് വരുമ്പോൾ. എന്നിട്ട് പറയാണ്, ചിലപ്പോ ഹത്താ നാദാ ഗിൽമാനഹും, അവരിലെ മീശ മുളച്ചു വരുന്ന ചെറുപ്പക്കാരായ കുട്ടികളെ വരെ വിളിച്ചിട്ട് ഉമർ തങ്ങൾ ചോദിക്കും, കുട്ടികളെ നിങ്ങൾക്കിതിൽ വല്ല അഭിപ്രായമുണ്ടോ? ഉമർ തങ്ങൾ ചോദിക്കും. എന്തു പറഞ്ഞാൽ നല്ലൊരു ഐക്യവും സമാധാനവും ഉണ്ടാവുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടികളെ, ചെറുപ്പക്കാരായ കുട്ടികളെ തോളിൽ പിടിച്ചിട്ട് എല്ലാരെയും കൂട്ടിപ്പിടിച്ച് തലകൾ ഇങ്ങനെ മുട്ടുന്നാണ്. എന്നിട്ട് പറയുമായിരുന്നു, ഹാക്കദാ കൂനു, നിങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കണം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യരുത്? വിവിധ പാർട്ടികളായി പോയി തമ്മിൽ തല്ലരുത് കേട്ടോ. ഹാക്കദാ കൂനു, ഇങ്ങനെ തോളിൽ പിടിച്ച് ഒരുമിച്ച് തലകൾ ഒരുമിപ്പിച്ച് ഉരസിക്കൊണ്ട് പറയും, നിങ്ങൾ ഇങ്ങനെയാവണം, ഒരുമിക്കണം, തോളോട് തോൾ നിൽക്കണമേ, നിങ്ങൾ വിഘടിച്ചു പോകരുത് എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല. അൽഫിർഖത്തു അദാബ്, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായി ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ തെറിച്ചു പോകുന്നത് അദാബാണെന്നാണ്, ശിക്ഷയാണെന്നാണ്. അള്ളാഹു തരുന്ന ശിക്ഷയാണ്. അങ്ങനെ ആയി പോവരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൂടിയാലോചനകൾ. ഒന്ന്, വാപ്പ മകനോട് ചെയ്തത് മഹാനായ ഇബ്രാഹിം ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം. കൂടിയാലോചന. ഒരു ഭാര്യയോട് ഭർത്താവ് കൂടിയാലോചിച്ചത് ഹുദൈബിയ സന്ധിയിലെ നിർണായകമായ രംഗത്ത് തിരിച്ചു പോരാൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ഉപദേശിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ തങ്ങളോട് കൂടിയാലോചിച്ചത്. പിന്നെ ജീവിതത്തിന്റെ മറ്റു വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ, ഏതെങ്കിലും ഒരു ദുഷിച്ച ഗാങ്ങിൽ ചെന്നു പോയി പെട്ടാൽ വിവരമുള്ള ഒരാളോട്, ആലിമീങ്ങളോട്, പണ്ഡിതന്മാരോട്, അല്ലെങ്കിൽ സതുപദേശം തരാൻ കഴിയുന്നവരോട് കൂടിയാലോചിക്കുക. ചെറുപ്പക്കാർ കൂടിയാലോചിക്കും അവരുടെ അതേ ഏജുള്ള മക്കളോട്. അവർക്കൊക്കെ ഒരു ചിന്തകളെ ഉണ്ടാവൂ. അതിൽ നിന്നും മാറി ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് നല്ല ഒരു സാരോപദേശം ലഭിക്കാതെ പോകും. അങ്ങനെയാണ് ചെറുപ്പക്കാരൊക്കെ എന്തെങ്കിലും തെറ്റിലേക്ക് പോകുമ്പോഴേക്കും കൂടെ 10 ആളുകൾ ചെറുപ്പക്കാർ അവന്റെ കൂടെ ഉണ്ടാവും. നീ നടത്തിക്കൂടോ, കല്യാണം ഞങ്ങൾ നടത്തി തരാം, പുരക്കാരൻ നിന്നെ പുറത്താക്കിയാലും ഞങ്ങൾ ചെയ്തു തരാം കല്യാണം, പന്തൽ ഞാനേറ്റു, ചോറ് ഞാനേറ്റു. ആരായി പറയണത്? 18 വയസ്സായ ചെറുക്കൻ. സുബ്ഹാനല്ലാഹ്. അവർക്ക് ഉപദേശം തരാൻ കഴിയില്ല. മുതിർന്നവരോട് ഉപദേശിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ലൈസ മിന്ന, നമ്മളിൽ പെട്ടവനല്ലല്ലോ, മല്ലം യർഹം സഗീറന വലം യുവഖിർ കബീറന, നമ്മളിലെ കൊച്ചുമക്കളോട് സ്നേഹം കാണിക്കാത്തവരും നമ്മളിലെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് പറയുന്നത്? പ്രായത്തിൽ കൂടുമ്പോൾ അനുഭവത്തിൽ കൂടുമെന്നാണ്. മുതിർന്ന ആളുകൾക്ക് നല്ല ഉപദേശങ്ങൾ അവർക്ക് നൽകാൻ കഴിയും. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായവരാണവർ. അതുകൊണ്ടാണ് മുതിർന്ന ആളുകളെ നേതൃസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെടാറുള്ളത്. അത് ഇസ്ലാമിന്റെ ഒരു നയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ നേർവഴിയിൽ ഒരുമയോടുകൂടെ വഅംറുഹും ശൂറാ ബൈനഹും, നല്ല വിഷയങ്ങളിലേക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ട്, തിന്മകളോട് സമരം പ്രഖ്യാപിച്ചുകൊണ്ട്, തിന്മകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ അല്ലാഹു ഈ സമൂഹത്തിന് എന്നും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഅംറുഹും ശൂറാ ബൈനഹും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم ومما رزقناهم ينفقون. ഓതി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി ഓതിയോ? ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം
വഅഖാമുസ് സ്വലാത വഅംറുഹും ശൂറാ ബൈനഹും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഒരായത്ത് പഠിച്ചു നിങ്ങൾ. അൽഹംദുലില്ലാഹ്. സൂറത്തു ശൂറയിലാണ് അല്ലാഹു പറയുന്നത് 38-ാമത്തെ ആയത്ത്. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം, ആരാണോ അല്ലാഹുവിന് ഉത്തരം കൊടുത്തവരെ, വഅഖാമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തിപ്പോരുന്നവരെ, റമളാൻ കഴിഞ്ഞാൽ ഒഴിവാക്കുന്നവരല്ല, റമളാൻ കഴിഞ്ഞാലും നിലനിർത്തിപ്പോരുന്നവർ. ഇതൊക്കെ നമ്മൾ പെട്ടിട്ടുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. റമളാൻ കഴിഞ്ഞപ്പോൾ നിർത്തിവെച്ചോ? ഇല്ലല്ലോ. നിർത്തരുതേ. ഇല്ല സ്വലാത്തി മാ അഖല്ലീഹാ, എന്റെ നിസ്കാരം അതുമാത്രം, അത് ഞാൻ ഒഴിവാക്കുകയില്ല, അത് ഞാൻ ഒഴിവാക്കൂല എന്ന് പറയുന്നൊരു തലമുറയാവുക. വഅഖാമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തിപ്പോരുന്നവരും. സ്വല്ലു എന്നല്ല, നിസ്കരിച്ചു എന്നല്ല പറഞ്ഞത്. നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ റമളാൻ നിസ്കരിച്ചിട്ടുണ്ടാവും, പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ടാവും, അതല്ല. അഖാമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവർ. റമളാൻ നിസ്കരിക്കാൻ ഏത് കള്ളോടെ നിസ്കരിക്കണ മാസമല്ല റമളാൻ മാസം, അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുമെന്നാണ് അറിയേണ്ടത്. അഖാമുസ്വലാ, അതിനാണ് അല്ലാഹു ഇഖാമത്തുസ്വലാ എന്ന് പറയുന്നത്. നിസ്കാരം നിലനിർത്തുന്നവർ. 27 കഴിയുമ്പോൾ റമളാൻ പിരിച്ചു വിട്ടു, പെരുന്നാളോടുകൂടെ നിസ്കാരം പിരിച്ചു വിട്ടു, അങ്ങനെ ആയിപ്പോവരുതേ. വഅഖാമുസ്വലാ, നിസ്കാരം നിലനിർത്തിപ്പോരുന്നവരും. വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ വിഷയങ്ങൾ അവർക്കിടയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെടുന്നവയാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകുന്നതിൽ നിന്ന് അല്ലാഹുവിന് വേണ്ടി, എനിക്ക് വേണ്ടി അവരെ ചെലവഴിക്കുന്നവരുമാണ്. അവരാണ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സജ്ജനങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു കല്യാണ വിഷയം വന്നു. ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയെ ആരാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന്. 2 പുതിയാപ്പിളമാര് വന്നു. ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ മുആവിയ റളിയല്ലാഹു അൻഹു വന്നു. അബൂ ജഹം എന്ന് പറയുന്ന സ്വഹാബിയും വന്നു റളിയല്ലാഹു അൻഹു. അബൂ ജഹം, 2 പേര് വന്നു. ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനമെടുക്കാൻ ആ മഹദി ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു. നബിയേ, എന്റെ വിവാഹം ആലോചിച്ചു വരുന്നുണ്ട്, ഞാൻ ആരെയാണ് വിവാഹം ചെയ്യേണ്ടത്? അങ്ങയുടെ അഭിപ്രായം എന്താണ്? അങ്ങയുടെ അഭിപ്രായം എന്താണ്? നിബിതങ്ങൾ പറഞ്ഞു ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയോട്, അമ്മ അബൂ ജഹ്മിൻ ഫലാ യളഉ അസാഹു അൻ ആതിഖിഹി. ഫാത്തിമ, അബൂ ജഹ്മിന്റെ വിഷയത്തിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ മൂപ്പര് തോളിൽ നിന്ന് വടി ഇറക്കി വെക്കാത്ത ആളാണ്, നല്ലോണം അടിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അടി നല്ലോണം കൊള്ളേണ്ടി വരും, അത് വേണോ? ഫലാ യളഉൽ അസാ അൻ ആതിഖിഹി, ചുമലിൽ നിന്ന് വടി താഴെ വെക്കാത്ത ആളാണ് അബൂ ജഹം, അയാൾ വേണോ? വഅമ്മാ മുആവിയ, മുആവിയ എന്ന് പറയുന്ന ഈ സ്വഹാബി മുആവിയ ഇബ്നു അബീ സുഫിയാൻ എന്നവരല്ല, മറ്റൊരു മുആവിയ. വഅമ്മാ മുആവിയ ഫസ്അലുഹു ഖുല്ലാ മാല ലഹു. ഫാത്തിമ ബിൻതു ഖൈസ്, നിങ്ങൾ അന്തസ്സിൽ ജീവിച്ചു പോരുന്ന കുടുംബത്തിലെ പെണ്ണാണ്. മുആവിയയാണെങ്കിലോ ദരിദ്രനാണ്. സ്അലു ഖുല്ലാ മാല ലഹു, ഒരു പൈസയും കയ്യിലില്ലാത്തൊരു പരമദരിദ്രനായ ആളാണ് മുആവിയ. നിങ്ങൾക്ക് വേണ്ടത് തീരുമാനിക്കാം. നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയോട്. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. ചില കുട്ടികളൊക്കെ ലവ് അഫെയർ ആയിട്ട് വരും, പാപ്പാർക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. യാ സലാം, എൻ്റെ കുട്ടിനെ ഞാൻ ആ വീട്ടിലേക്ക് എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുക? എൻ്റെ മക്കളൊക്കെ MBBS അതും ഒക്കെ പഠിച്ച മക്കൾ, ഇവൻ SSLC പോലും പാസ്സാവാത്ത ചെറുപ്പക്കാരെ എങ്ങനെ റബ്ബേ, എനിക്ക് അതന്നെ മതി എന്ന് ഓള് പറയും ചെയ്യും. പിന്നെ വാപ്പ കൂടി ഞാൻ അനുഭവിച്ച മോളെ എന്ന് പറഞ്ഞ് വിടുകയാണ്. അങ്ങനെ 6 മാസം കഴിയുമ്പോൾ ആ സ്റ്റാമ്പില്ലാത്ത കത്തുമാരി തിരിച്ചു വരികയാണ്. ഇങ്ങോട്ട് തിരിച്ച് എന്നെ കൊണ്ടാവൂല, ആവേശമൊക്കെ 6 മാസം കൊണ്ട് തീരുവേ, പിന്നെ തിരിച്ചു പോരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘവീക്ഷണത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുന്നു, ഇത് നീണ്ടകാലം ജീവിച്ചു പോകേണ്ട, മരണം കൊണ്ട് പിരിയേണ്ട ജീവിതമാണ്. അതുകൊണ്ട് അബൂ ജഹ്മിനെ വേണോ മുആവിയെ വേണോ? മുആവിയ ലാ മാലല എന്ന് പറഞ്ഞാൽ യാചിച്ചിട്ടല്ലാതെ ജീവിക്കാൻ പറ്റില്ല, വെറും ദരിദ്രനാണ്, ദാരിദ്ര്യം കൊണ്ട് കല്യാണം ഒഴിവാക്കി എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ലാ മാലല,
ലാ മാലല എന്ന് പറഞ്ഞ നെക്കിറയാണ്. ലാ, ഒരു സമ്പത്തും ഇല്ല എന്ന് പറഞ്ഞാൽ അന്നക്കന്ന് ജീവിക്കണമെങ്കിൽ ആരെങ്കിലും കൊടുത്തിട്ട് വേണം. അങ്ങനത്തെ ദരിദ്രനാണ്. അത് വേണോ? അബൂജഹമാണെങ്കിലോ പൈസയൊക്കെ കയ്യിലുണ്ട്, നല്ല അടി കിട്ടേണ്ടി വരും. അത് വേണോ എന്ന് ചോദിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തു, നിങ്ങൾക്ക് പറ്റിയൊരു പുതിയാപ്പിളയുണ്ട്. അത് മറ്റാരുമല്ല, ഹിബ്ബു റസൂലില്ലാഹ് വബ്നു ഹിബ്ബി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയും ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ പുത്രനുമാണത്. മറ്റാരുമല്ല, ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് നബി തങ്ങൾ ചോദിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായി വരുന്നത് ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയാണ്. കൂടിയാലോചന, കല്യാണം ആലോചിക്കുമ്പോഴേ അതുകൊണ്ടാ പറഞ്ഞ് കുട്ടികൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യേണ്ട, പുതിയാപ്പിളിനെ തീരുമാനിച്ചു വരേണ്ട പെൺകുട്ടികളെ, ആൺകുട്ടികൾ പുതിയനെ തീരുമാനിക്കേണ്ട. അത് ഉമ്മയും വാപ്പയും കുടുംബമൊക്കെ കൂടിയാലോചിച്ച് ചെയ്യേണ്ട വിഷയമാണ്. സ്കൂളിൽ നിന്നൊക്കെ തോന്നും എനിക്ക് ഓളില്ലാതെ ജീവിക്കാൻ പറ്റൂലല്ലോ ഒക്കെ തോന്നും. കുറച്ചങ്ങ് വലുതായി വന്നാലേ കാര്യങ്ങളൊക്കെ പിന്നെ തെളിയാണ്. അപ്പോൾ ആ ഒരു ആവേശത്തിലും തീരുമാനം എടുക്കണ്ട. ഞാൻ എൻ്റെ അമ്മ പറഞ്ഞും കേൾക്കൂല, വാപ്പ പറഞ്ഞും കേൾക്കൂല, എങ്ങനെയൊന്നും പറയാൻ പറ്റൂല. പൊന്നു മക്കളെ, ദയവ് ചെയ്തിട്ട് വഅംറുഹും ശൂറാ ബൈനഹും, നിങ്ങളുടെ വിഷയം കൂടി ആലോചിച്ച് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതില്ലാതെ പോയത് കൊണ്ടല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത്. അതില്ലാതെ പോയത് കൊണ്ടല്ലേ എത്രയോ പെൺകുട്ടികൾ ഓടിയും ചാടിയും തളർന്നും കണ്ടവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി പിന്നെ സങ്കടപ്പെട്ട് കത്തെഴുതുകയാണ്, എൻ്റെ അനുഭവം നിങ്ങൾക്കാർക്കും ഉണ്ടാവരുതേ, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ, അതുകൊണ്ട് ആരും പ്രേമമാണ് വലുതെന്ന് പറഞ്ഞ് ചാടല്ലേ. പിന്നോൾ എഴുതി വിടുകയാണ്. നല്ല തന്നെ, ഒരബദ്ധത്തിൽ ചാടിയതിന്റെ ശേഷം സങ്കടപ്പെട്ട് പിന്മാറുന്നതും അബദ്ധത്തിൽ ചാടാതെ രക്ഷപ്പെടുന്നതും ഒരുപോലെയാണോ? വഅംറുഹും ശൂറാ ബൈനഹും. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വിഷയം അവരുടെ കുടുംബജീവിതമാകട്ടെ, കല്യാണ വിഷയമാവട്ടെ, ദീനുമായി ബന്ധിക്കുന്ന വിഷയങ്ങളാവട്ടെ, ശൂറാ ബൈനഹും, അവർക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ട് തീരുമാനിക്കപ്പെടേണ്ട വിഷയമാണ്. മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ആര് പഠിപ്പിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് നബി തങ്ങൾ ചിലപ്പോഴൊക്കെ കല്യാണ വിഷയത്തിലൊക്കെ വരുമ്പോഴേ. കല്യാണം മുടക്കിയുള്ള നാട്ടിലുണ്ടോ? കൈപൊക്കിയാട്ടെ. ആരോ കൈപൊക്കിയല്ലോ റബ്ബെ വേക്കെന്ന്. രണ്ടോട്ടം പൊക്കി വേക്കില്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ഞാനത് കണ്ടു. വഴിയിലാണ് മുമ്പിൽ ഇരിക്കണത്, ആ മതിലിൻ്റെ നേരെ മുമ്പിലുണ്ട്. കല്യാണം മുടക്കിയാലുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞതാണോ അല്ല മൂപ്പരാണെന്ന് പറഞ്ഞതാ? ഉണ്ടെന്നാണല്ലേ? ഇല്ല, ആരുമില്ല, കൈ ഇങ്ങനെ ആടുന്നുണ്ട്. ഇല്ല എന്നാ പറഞ്ഞു. ആയിക്കോട്ടെ മൂപ്പരല്ലാന്നും ആവാം, ഇവിടെ മുടക്കികളൊന്നും ഇല്ലാന്നും ആവാം. ആയിക്കോട്ടെ, അതൊന്നും ഇല്ലായിരിക്കട്ടെ. ഒരു കുട്ടിക്ക് കല്യാണം വരുമ്പോഴേ വിഷയം, സ്വന്തം കുട്ടികളെ കല്യാണം വരുമ്പോഴേ ഇതൊക്കെ അറിയുള്ളൂ. മനുഷ്യന്മാർക്ക് എന്ത് രസമാണ് ഡയലോഗ് അടിക്കാനേ. പിന്നെ മറ്റേ പെരക്കാരെ വീട് നിങ്ങൾക്ക് അറിയോ, അഡ്രസ്സ് എന്തേ വിഷയം? ഞങ്ങൾക്കൊരു ഒന്നുമില്ല, ഒരു കല്യാണ വിഷയം, വേറെ പേര് നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, പിന്നെ എന്താ പറയാ. അപ്പോൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്, മുടക്കരുത്. നടത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ നടത്തി കൊടുക്കുക. നല്ല വിഷയങ്ങൾ പിന്നെ കല്യാണ വിഷയത്തിൽ സത്യസന്ധമായി പറയണമെന്നാണ്. ആണിൻ്റെ കുഴപ്പം പെണ്ണിൻ്റെ കുഴപ്പമൊക്കെ എന്ത് ചെയ്യുക, ഗീബത്ത് പറയാൻ വേണ്ടി പറയരുത്, അവരെ മോശാക്കാൻ വേണ്ടി പറയരുത്. എന്ത് ചെയ്യുക, ഒരു സതുപദേശത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും കാര്യമായ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, അല്ലെങ്കിൽ കാര്യമായ എന്തെങ്കിലും ഗുരുതരമായ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യുക, നല്ല ഉപദേശം കൊണ്ട് പറഞ്ഞു കൊടുക്കാം. മുടക്കാൻ വേണ്ടി പറയരുത്. ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ചെറിയ നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിച്ചു, കുഴപ്പമില്ല. നമ്മൾ ആകെ പറയൽ ഒരു മനുഷ്യൻ്റെ മോശത്തരങ്ങളാണ്. മനുഷ്യന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്. എത്രയോ നന്മകളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടോ എന്നാ നോക്കുക. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മൾ അതെടുത്ത് പറയുക. അത് ജനങ്ങളെ എന്ത് ചെയ്യുക, ഒരു കുടുംബത്തെ അപമാനിക്കുക, നാണം കെടുത്തുക. ഇതൊക്കെ ഖൽബിൽ നിഫാക്കും കാപട്യവും ഉള്ളതിൻ്റെ അടയാളങ്ങളാണ്. നമ്മൾ അങ്ങനെ ആയിപ്പോകരുത്. ഖൽബിൽ കാപട്യം ഉണ്ടാകുമ്പോഴാണ് നന്മകൾ കാണാതിരിക്കുന്നത്. ആകെ കാണുന്നത് ഇരുട്ടായിരിക്കും. എത്ര ട്യൂബോർഡ് ഉണ്ടായാലും ഓൻ അപ്പുറത്ത് ഇരുട്ടുണ്ടല്ലോ, അപ്പൊ ഈ വെളിച്ചോ കാണില്ല. സുബ്ഹാനല്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ബരീറ എന്ന് പറയുന്നൊരു പെണ്ണുണ്ട്. അവരുടെ ഒരു ഭർത്താവുണ്ട് മുഗീസ്. രണ്ടുപേരും അടിമകളായിരുന്നു. രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ട്. പുതിയാപ്പിളയും അടിമയാണ്, പെണ്ണും അടിമയാണ്. പെണ്ണിന്റെ പേര് ബരീറ, ഭർത്താവിന്റെ പേര് മുഗീസ്. പക്ഷെ മുഗീസിന് പെണ്ണിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഉണ്ടാവും.
പെണ്ണുങ്ങൾ പലതരത്തിലാണ്. വല്ലാതെ സ്നേഹിച്ചവൾ വിചാരിക്കും ഞാൻ ഇതിന് മാത്രമൊക്കെ ഉള്ള ആളാണല്ലോ, അതുകൊണ്ടല്ലേ എനിക്ക് വേറെ ആളെ കിട്ടുമെന്ന്. ചില ബുദ്ധിയില്ലാത്ത പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കും. ചില വിചാരിക്കും പടച്ചവനെ ഇത്ര സ്നേഹിക്കുന്നൊരു ഭർത്താവല്ലേ, ഞാൻ മറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ലല്ലോ. ബുദ്ധിയുള്ള കുട്ടികൾ അങ്ങനെ ചിന്തിക്കും. മുഗീസ് റളിയല്ലാഹു അൻഹു ഭയങ്കര സ്നേഹമാണ്. അതിനിടക്കാണ് ബരീറക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ബരീറ സ്വതന്ത്രയായി. സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് പിന്നെ തീരുമാനമെടുക്കാം, എൻ്റെ അടിമയായ ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കണോ, അതല്ല ഒരു സ്വതന്ത്രനായ ഭർത്താവിനെ കിട്ടാൻ ഈ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം വേണമെങ്കിൽ എടുക്കാം, അയാൾ ഒഴിവാക്കിയിട്ട് പുതിയൊരു ഭർത്താവിനെ സ്വീകരിക്കാം. അവൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പെണ്ണ് പറഞ്ഞു എനിക്ക് നിങ്ങളെ വേണ്ട. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉണ്ടാവും. ഒരു കാറിൻ്റെ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചില പെൺകുട്ടികളെ പറയില്ല ഇനി ഭർത്താവിൻ്റെ ആവശ്യമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എന്ത് ചെയ്യുക ചെയ്തോളാം, കയ്യിൽ പൈസ ഉണ്ട്, ATM കാർഡ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, കുട്ടികളെ കൊണ്ടുപോകും, എല്ലാം ഞാൻ ചെയ്തോളാം, നിങ്ങൾ ആവശ്യം തന്നെയല്ല എന്ന് പറയുന്ന പോലെ ബരീറ ബീവി മുഗീസ് എന്നവരെ വേണ്ട എന്ന് പറഞ്ഞു. മുഗീസ് റളിയല്ലാഹു അൻഹു അടിമയാണ്. അപ്പോഴും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും യാ ബരീറ, എൻ്റെ ബരീറ എന്ന് വിളിച്ച്. മുഗീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. മദീനയുടെ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കുന്ന കാഴ്ച കരഞ്ഞുകൊണ്ട്, കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ, ജനങ്ങളൊക്കെ ഇത് കാണുന്നുണ്ട്, ഒക്കെ ശരിയാ, പക്ഷെ അദ്ദേഹത്തിന് പ്രശ്നമല്ല, സ്വന്തം ഭാര്യയായിരുന്നവളാണ്. ബരീറ, നീ എന്നെ തിരിച്ചെടുക്കുമോ, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം, എന്നെ ഭർത്താവായി നീ തിരിച്ചെടുക്കുമോ എന്നും പറഞ്ഞ് ബരീറയുടെ പിന്നാലെ മുഗീസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് നടക്കുന്ന കാഴ്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. നബി തങ്ങൾ ചോദിക്കുമായിരുന്നു അമാ തഅജബൂന മിൻ ഹുബ്ബി മുഗീസിൻ ലിബരീറ, ബരീറയെ മുഗീസ് സ്നേഹിക്കുന്ന ഈ സ്നേഹം കണ്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? വല്ലാത്തൊരു സ്നേഹമല്ലേ? കരയാണ്. എന്നെ ഒരു പെണ്ണ് കരഞ്ഞേക്കാം, പക്ഷെ ആണ് കരയൂലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക. കരയുന്ന ആണുങ്ങളും കാണും, നല്ല നിർമ്മലമായ ഹൃദയമുള്ളവർ കാണും. മുഗീസ് എന്നവരുടെ കരച്ചിൽ കണ്ട് നബി തങ്ങൾ പറഞ്ഞു ബരീറ, നിങ്ങളോടൊരു കാര്യം നിർദ്ദേശിച്ചോട്ടെ, മുഗീസിനെ നിങ്ങൾക്ക് തിരിച്ചെടുത്തുകൂടെ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് ചോദിച്ചു നബിയേ അതഅ്മുറുനി, ഇത് അങ്ങയുടെ ആജ്ഞയാണോ, അങ്ങ് എന്നോട് കൽപ്പിക്കുകയാണോ മുഗീസിനെ തിരിച്ചെടുക്കാൻ? ഞാൻ ചെയ്തേക്കാം. കൽപ്പിക്കുകയാണോ? ബൽ അന ശാഫിഉൻ, ഞാൻ ശഫാഅത്ത് ചെയ്യാൻ, ശുപാർശ ചെയ്യാൻ, വേണമെന്ന് പറയല്ല, ഞാൻ മുഗീസിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാണെന്ന് പറഞ്ഞു. വേണമെങ്കിൽ എടുത്തൂടെ എന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് മുഗീസിന് വേണ്ടി. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കണ്ടിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പോ ആ മഹദി പറഞ്ഞു നബിയെ അങ്ങ് കൽപ്പിക്കല്ലോ, അങ്ങ് റെക്കമെൻഡ് ചെയ്തതല്ലേ, നബിയെ എനിക്ക് വേണ്ട നബിയെ, എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ തങ്ങൾ അവിടെയും ചെയ്തത് വിഘടിച്ചു പോകുമായിരുന്ന, വേർപിരിഞ്ഞു പോകുമായിരുന്നൊരു ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കാൻ നോക്കുകയാണ്. എന്തെങ്കിലും രീതിയിൽ ഇടപെട്ടുകൊണ്ട് നന്നാക്കാൻ പറ്റുമോ, മുഗീസ് എന്നവരെയും ബരീറ എന്നവരെയും കൂട്ടിയോജിപ്പിക്കാൻ പറ്റുമോ എന്ന് റെക്കമെൻഡ് ചെയ്ത, ശഫാഅത്ത് ചെയ്ത നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏത് വിഷയത്തിലും ഇങ്ങനെ മശ്വറ കാണാൻ കഴിയും, ഉമ്മത്തിന്റെ വിഷയത്തിൽ ഇടപെടുന്നത് കാണാൻ കഴിയും.